ഹലോ, ഇന്നൊരു സിമ്പിൾ പ്രോൺസ് പൊട്ടാറ്റോ ഫ്രൈ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പ്രോൺസ്, പൊട്ടാറ്റോ, അല്പം കറിവേപ്പില, അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കത് പുരട്ടി മാറ്റി വയ്ക്കാം. ഒരു 10-20 മിനിറ്റ് നമുക്കതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രോൺസ് പൊട്ടാറ്റോ മസാല ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് തുറന്ന് വെച്ച് തന്നെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മുടെ പ്രോൺസ് പൊട്ടാറ്റോ ഫ്രൈ റെഡിയാണ്. അപ്പത്തിനോ ദോശയ്ക്കോ ചപ്പാത്തിക്കോ ചോറിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.